ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. കുറേ നാളായില്ലേ നമ്മൾ ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്നും അത്ര ലോങ് വീഡിയോ ഒന്നുമല്ല, കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇന്ന് പുറത്തേക്ക് പോവാണ്. എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, മീൻസ് ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാണ്. കുറച്ച് ലോങ് ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് റെഡി ആവുകയാണ്. മുഖത്ത് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. മോയ്സ്ചറൈസർ ഇട്ടേക്കുന്നത് നമ്മളുടെ ന്യൂട്രിഡോമിൻ്റെയാണ്. അത് തീർന്ന്. അപ്പം ഞാനത് പൊളിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് എൻഗേജ്ഡായി പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചാനൽ ശ്രദ്ധിക്കാൻ ഓർമ്മയില്ലാണ്ടല്ല കേട്ടോ, എനിക്ക് അതിനും കൂടി ഉള്ളൊരു എന്താ പറയുക, ഒരു മൈൻഡ് സെറ്റ് വരാത്തതുകൊണ്ടാണ്. എല്ലാം എന്തായാലും ഭാവിയിൽ പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു പൗഡർ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. ഐബ്രോ ചെയ്യാം, ചെറുതായിട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ഇത് ഞാൻ കണ്ണെഴുതുന്നുണ്ട്. എൻ്റെ ചുണ്ട് മുന്നത്തെക്കാട്ടും നല്ല ബെറ്റർ ആയിട്ടില്ലേ? ഞാൻ നന്നായിട്ട് ലിപ് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ലൈറ്റനായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് കറുത്ത കളർ പോലെ തോന്നിയായിരുന്നു. ഇപ്പം നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ലൈറ്റനായിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പം പിന്നെ ഞാൻ നന്നായിട്ട് കളർ വെച്ച പോലെ തോന്നില്ലേ? കളർ വെച്ചതിന് വേറെ സാധനം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. മുട്ടി നിൽക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ അതൊക്കെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ദെൻ കണ്ണ് ഞാൻ ഇത്ര എഴുതുന്നുള്ളൂ. ഇനി ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഞാൻ ഈ മൈ ഗ്ലാമിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് ഒരു വയലറ്റ് കളറിൽ പെട്ട കളറാണ്. ഇത് ഞാൻ ഫുൾ ഇടുന്നില്ല കേട്ടോ, ചെറുതായിട്ട് ഇടുള്ളൂ. എന്നിട്ട് ഞാനൊരു കോട്ടിങ് കൊടുക്കും. ബസ് ഇത്രേ ഉള്ളൂ. എൻ്റെ മേക്കപ്പ് ഇത്രേ ഉള്ളൂ. ഇനി കമ്മലിടണം. ഒരു കുഞ്ഞ് റിങ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ റിങ് കാണുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇതിടാമെന്ന് വിചാരിച്ചു. കമ്മൽ, പക്ഷേ ഈ കമ്മലിൻ്റെ പകുതി കാണാനില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഒരു കമ്മലിൻ്റെ ഒരെണ്ണം മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഈ കമ്മൽ സെലക്ട് ചെയ്തു എന്ന് വെച്ചോ, ഇതിൻ്റെ ബാക്കി കാണില്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെ അറിയും. ഇവിടെ ഉണ്ട്. അപ്പം അടുത്ത കമ്മലെടുത്തിട്ടു. ഓക്കെ, ഇനി മുടി ഒന്ന് സെറ്റ് ചെയ്യണം മാത്രമേ ഉള്ളൂ. ഞാൻ ഈവനിങ്ങിലാണ് പോകുന്നത്, അത് കാരണം കൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും മുടി ഇങ്ങനെ ഇതാക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി, ഒരു പട്ടി ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ അഴിച്ചിട്ടിട്ടുള്ളത്. അത് ആക്ച്വലി ഞാൻ പുറത്ത് നൈറ്റ് ആകുമ്പോഴത്തേനും എന്തായാലും മുടി ഇങ്ങനെ വലിച്ചിങ്ങനെ കെട്ടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഷോപ്സിൽ നിന്ന് മേടിച്ചതാണ്. ഇതെൻ്റെ സൈസ് മീഡിയം ആണ്. എനിക്ക് കുറച്ച് വലുതാണ്, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഈ ഒരു ലൂസ് ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോൾ നല്ല ഉണ്ടച്ചയായല്ലോ, അത് കാരണം കൊണ്ട്. സോ ഇനി ഇപ്രാവശ്യം എനിക്ക് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാനുണ്ട്. ബാഗ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ബാഗ് വരുന്നത്. കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക, ചാക്ക് ബാഗാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ബാഗ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ സൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാഗാണ് കേട്ടോ. ഇത് വാഗൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് അടിപൊളി സ്റ്റിച്ചിങ് ആട്ടോ. പിന്നെ കളേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ലെതർ ടച്ചും, ബ്രൗൺ ടച്ചും, പിന്നെ പ്യുവർ ലെതറിലായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. ദെൻ കളേഴ്സൊക്കെ വരുന്നത് നല്ല മ്യൂട്ടഡ് ആയിട്ട് നല്ല ക്ലാസി ആയിട്ടുള്ള കളേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്ലിംഗ് ബാഗ്, പിന്നെ ഈ മോഡൽ ബാഗ്, ബാക്ക് പാക്കില്ലേ, അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഞാൻ കണ്ടേക്കണത്. ദെൻ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഇതേപോലത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫയൽ വെക്കാനുള്ളതും ഫോൺ വെക്കാനുള്ളതും പാനൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ കുറച്ച് വെക്കാനുള്ള സംഭവങ്ങളൊക്കെയാണുള്ളത്. ഉള്ളിൽ നല്ല വാട്ടർ പ്രൂഫ്, നല്ല എന്താ പറയുക, ക്വാളിറ്റി ഉള്ള ക്ലോത്ത് തന്നെയാണുള്ളത്. പിന്നെ സിബും നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ളൊരു സിബ് തന്നെയാണുള്ളത്. ദെൻ എനിക്കിത് മാച്ച് ആവുമോയെന്ന് എനിക്ക് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആകെ ഒരു 2-2.5 അടിയല്ലേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം വലുതാണ്, പക്ഷേ ഇടാൻ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഇതിൻ്റെ താഴത്തെ ആ ഒരു സ്ക്രൂ ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, സ്ഥലം ഉണ്ട്. അതായത് ഒരു മദർ ഫ്രണ്ട്ലി ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം.
ഞാൻ പക്ഷേ ട്രെയിനിങ്ങിന് പോണ കാരണം കൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് അതിൻ്റെ ഉള്ളിലിടുന്നത്. ഒരു ബുക്ക് വെക്കുന്നുണ്ട്, പിന്നെ മൈക്ക്, പിന്നെ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. അതായത് ഈ വക കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്നാലും നമുക്ക് 1, 2 ജോഡി ഡ്രസ്സൊക്കെ വെച്ച് ഒരു കുഞ്ഞു ട്രിപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ സെറ്റാവുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. സൂക്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഓഫറിൽ എപ്പോഴും ഉണ്ടാവും. മാത്രമല്ല ഞാനിവിടെ സ്ക്രീനിലൊരു കൂപ്പൺ കോഡ് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ വലിയ ബാഗൊക്കെ വേണമെന്നുള്ളവർ എന്തായാലും പോയി മേടിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ദെൻ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ടാറ്റാ.